വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് കേരള. Recruitment notification, KERA project. Recruitment notice for the post of KERA field officer, KFOS, on contract basis in the Kerala climate resilient agriculture value chain modernization, KERA project. KERA ഫീൽഡ് ഓഫീസേഴ്സിന് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് ബേസിസ് ആണ്. കേരള ക്ലൈമറ്റ് റെസിലന്റ് അഗ്രികൾച്ചർ വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ KERA പ്രോജക്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. The Kerala Climate Resilient Agriculture Value Chain Modernization Project KERA under the Department of Agriculture Development and Farmers Welfare is a pioneering initiative aimed at enhancing climate resilience in agriculture through sustainable practices and value chain modernization. To drive this transformative mission, applications are invited from eligible candidates for the post of KERA field officers on contract basis for coffee, rubber and cardamom. Minimum qualification and criteria. Post position name, field officer for coffee. Staff to be hired for district to be posted Wayanad. Duration in months 11 months. Qualification BSc Agriculture. In the absence of BSc Agriculture candidates, MSc Botany candidate will be considered. Preference to local candidates. Key responsibilities: monitoring coffee plantation, monitoring coffee replantation, conducting field visit, preparing technical reports and coordinating with the coffee board JLOS. ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോസ്റ്റ് വരുന്ന ഫീൽഡ് ഓഫീസർ ഫോർ കോഫി. അതിലേക്ക് 4 വേക്കൻസിയാണ് വരുന്നത്. ഡിസ്ട്രിക്റ്റ് വരുന്നത് വയനാടാണ്. കാലാവധി വരുന്നത് 11 മാസമാണ്. ക്വാളിഫിക്കേഷൻ BSc അഗ്രികൾച്ചർ. BSc അഗ്രികൾച്ചറിൻ്റെ അഭാവത്തിൽ BSc അഗ്രികൾച്ചർ BSc അഗ്രികൾച്ചറിന് കോഴ്സുകാരുടെ അഭാവത്തിൽ MSc ബോട്ടണിക്കാരെയും പരിഗണിക്കുന്നതാണ്. പ്രിഫറൻസ് മുൻഗണന ലോക്കലായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള കാൻഡിഡേറ്റിന് മുൻഗണനയുണ്ട്. റെസ്പോൺസിബിലിറ്റി വരുന്നത് മോണിറ്ററിങ് കോഫി റീപ്ലാന്റേഷൻ, കോഫിയുടെ റീപ്ലാന്റേഷൻ നോക്കുക, കണ്ടക്ടിങ് ഫീൽഡ് വിസിറ്റ്, ടെക്നിക്കൽ റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണം, കോർഡിനേറ്റിംഗ് വിത്ത്
കോഫി ബോർഡ് JLO ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി. അടുത്തത് വരുന്ന ഫീൽഡ് ഓഫീസർ ഫോർ റബ്ബർ. മുപ്പത്തൊന്ന് പോസ്റ്റാണുള്ളത്. ഫീൽഡ് ഓഫീസർ ഫോർ റബ്ബർ 31 പോസ്റ്റ്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ, മലപ്പുറം, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം. 6 months ആണ് പീരീഡ്. BSc Agriculture qualification വരുന്നത് BSc Agriculture. In the absence of BSc Agriculture, candidate with PG DRP or MSc Botany candidate will be considered. Preference to local candidates. Monitoring rubber replantation, conducting field inspections, coordinating with the rubber board officials and reporting progress. Field officer rubber. അതിൽ 31 വേക്കൻസിയാണ് ഉള്ളത്. ജില്ലകളായിരിക്കും നോക്കാം. കണ്ണൂർ, മലപ്പുറം, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം. ഈ ജില്ലയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 6 മാസത്തേക്കാണ്. പ്രോജക്റ്റിന്റെ കാലാവധി 6 മാസമാണ്. BSc Agriculture ആണ് യോഗ്യത പറയുന്നത്. BSc Agriculture-കാരില്ലെങ്കിൽ PG DRP അല്ലെങ്കിൽ MSc Botany കോഴ്സ് പാസ്സായവരെ പരിഗണിക്കുന്നതാണ്. തദ്ദേശീയരായവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിന്റെ സ്വഭാവം വരുന്നത് മോണിറ്ററിംഗ് റബ്ബർ റീപ്ലാന്റേഷൻ, കണ്ടക്ടിങ് ഫീൽഡ് ഇൻസ്പെക്ഷൻസ്, കോർഡിനേറ്റിംഗ് വിത്ത് റബ്ബർ ബോർഡ് ഓഫീഷ്യൽസ് ആൻഡ് റിപ്പോർട്ടിംഗ് പ്രോഗ്രസ്. ഇതൊക്കെയാണ് ജോലിയുടെ സ്വഭാവം വരുന്നത്. അടുത്തത് വരുന്നത് ഫീൽഡ് ഓഫീസേഴ്സ് ഫോർ കാർഡമൺ. പോസ്റ്റ്. ലൊക്കേഷൻ വരുന്നത് ഇടുക്കി. 6 months ആണ് പീരീഡ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc Agriculture. In the absence of BSc Agriculture candidates, MSc Botany candidate will be considered. Preference to local candidates. Monitoring cardamom replantation, conducting field visit, coordinating with Spices Board officials and providing certification support. ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഫീൽഡ് ഓഫീസർ കാർഡമനത്തിന് ഫീൽഡ് ഓഫീസറാണ്. 11 വേക്കൻസിയാണ് ഉള്ളത്. ഇടുക്കിയിലേക്കാണ്. 6 മാസത്തേക്കാണ് പ്രോജക്റ്റ് കാലാവധി. BSc Agriculture ആണ് യോഗ്യത. BSc Agriculture അല്ലെങ്കിൽ MSc Botany പരിഗണിക്കും. തദ്ദേശീയരായവർക്ക് മുൻഗണനയുണ്ട്. അതുപോലെ കാർഡമൺ റീപ്ലാന്റേഷൻ ആണ്. ഫീൽഡ് വിസിറ്റ് ഉണ്ട്. കോർഡിനേറ്റിംഗ് വിത്ത് സ്പൈസ് ബോർഡുമായിട്ട് ഒഫീഷ്യലായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം. Only degrees issued by universities recognized by Kerala Public Service Commission, Kerala PSC, will be considered. The key responsibility outlined are indicative and not exhaustive. Terms and conditions. The candidate should have prescribed qualification on the date of application. The appointment will be on a contract basis and shall be strictly provisional. The appointment will not confer on him or her right for permanency or regularization in KERA project. On closure of above project or in the extent of abolishing the position held by the candidate concerned with it in the project, his her assignment shall stand terminated even before the completion of tenure or of the project. Selected candidate will be entitled casual leave of up to 12 days per calendar year
in accordance with the rules governing contract staff under the project. No other leave benefit will be applicable. The candidate will have no claim in KERA project other than the right to receive the consolidated remuneration attached to the post. Monthly consolidated emolument shall be up to 50,000. 50,000 രൂപയാണ് for the post of KERA field officers, inclusive of all expenses associated with the daily duties and responsibilities. ഫീൽഡ് ഓഫീസറിന്റെ സാലറി വരുന്നത് 50,000 രൂപയാണ്. Selected candidate must possess a functional laptop and smartphone for the effective discharge of their duties, and all costs related to their procurement, maintenance, and associated expense must be covered from the consolidated remuneration. Age. The application must not exceed 28 years of age as of 1 January 2025. The SLC certificate or 10th board exam certificate will serve as proof of age and must be scanned and submitted along with the application form. Candidates who are already employed should submit a no objection certificate along with the application. If selected, the candidate is required to join immediately. The agreement in prescribed form will be executed by the candidate on stamp paper worth ₹200 if selected for the appointment. The candidate, if selected, will discharge all the such duties that are attached to the post of per as per KERA project, Government Act, statute, regulation and rules, and any other duties assigned to him or her from time to time by the project and or departments. The KERA project reserves the right to terminate the service of appointees if the performance is found to be unsatisfactory or any such defect are noticed. Canvassing in any form will be liable to disqualify the candidate. The selection committee's decision will be final and binding in all respect. How to apply? The application form in the Annexer 1 must be duly completed, signed and affixed with a recent passport size photograph. The signed application along with the necessary supporting documents, education qualification certificate, professional or degree certificate, age proof certificate, valid ID proof, and any other supporting documents must be scanned in color and compiled into a single PDF file not exceeding 15 MB. The scanned application document must be submitted via email to KFO-posting2025@gmail.com. Deadline of submission is 5 p.m. on or before 29th March 2025. Hard copies will not be accepted. Multiple submission will be result in disqualification. No other mode of application will be accepted. Incomplete application without relevant documents and application received after the prescribed date and time will not be considered. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29 മാർച്ച് 2025 5 PM വരെയാണ്. അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. Document uploaded online in support of the claim must be submitted in original along with the printout of application form at the time of delivery. Subject to the email application for the appointment of post KERA field officer, KFO on contract. വാലിഡ് ഐ ഡി പ്രൂഫ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ഐ ഡി, പാൻ കാർഡ് എന്നിവ വാലിഡ് ആയിട്ടുള്ള ഐ ഡി ആയിട്ട് കണക്കാക്കുന്നതാണ്.
ഇമെയിൽ അയക്കുമ്പോൾ ആപ്ലിക്കേഷൻ്റെ സബ്ജക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോർ അപ്പോയിൻമെന്റ് ടു ദ പോസ്റ്റ് ഓഫ് കേര ഫീൽഡ് ഓഫീസർ KFOS ഓൺ കോൺട്രാക്ട് എന്ന് സബ്ജക്റ്റ് കൊടുക്കണം. ഇമെയിൽ ID മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് അയക്കുക. ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. Commencement of online application submission 20th March 2025 10 AM. Last date and time of the submission of online application 29th March 2025 5 PM. Tentative test date 12th April 2025. Tentative interview date 25th and 26th April 2025. Tentative date of commencement of duty 12th May 2025. Selection process for the KFO is as follows. First one, shortlisting. Candidate will be shortlisted based on the minimum qualifications specified in table 1. If the number of applicants is high, the initial screening will be based on the OGPA or percentage of mark obtained in the qualifying degree. Only shortlisted candidate will be notified for the written examination and personal interview. Written examination duration 60 minutes. Number of questions 90. Multiple choice questions. Mark. Each question is worth 1 mark. Total of 90 mark for written examination. A deduction of 0.25 mark will be applied for each incorrect answer. Negative mark ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് വന്നാൽ ശരി ഉത്തരത്തിൽ നിന്നും ഓരോ നെഗറ്റീവ് മാർക്കിനും 0.25 മാർക്ക് വെച്ച് കുറയ്ക്കുന്നതാണ്. സിലബസ് പ്ലീസ് റെഫർ ആൻസർ 2. പേഴ്സണൽ ഇന്റർവ്യൂ who pass written examination will be notified via email about the personal interview. The interview is worth 10 mark. Final selection. A rank list will be prepared based on the combined score from written examination and personal interview. The search selection committee will finalize the selection and a statewide roster will be created. The final selected candidate will be offered temporary employment based on their rank in the list. Selected candidates will be signed an empty. Selected candidate will be sign an employment contract with the KERA project. Photo ID and verification. Candidate must provide photo ID card, Aadhaar card, passport, or driving license, voter ID, PAN card for personal verification during written examination and interview. Communication. All communication regarding the written examination, written examination and interview, including the final date, venue, recruitment schedule, appointment details, as well as any other relevant updates will be conveyed via email only. Therefore, candidates are advised to check their email regularly. KERA project will not be responsible for any non-receipt of email due to technical issues. For any enquiries related to recruitment, please contact 8590118615. ക്വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷന്റെ ഫോമിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ, കേരള ക്ലൈമറ്റ് റെസിലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്ട് കേര. ഈ ഫോർമാറ്റിലുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഇമെയിലിനൊപ്പം. ഫോട്ടോയും പതിക്കേണ്ടതാണ്. മാർക്ക്, ക്വാളിഫിക്കേഷൻ എന്നിവ ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടതാണ്. ലാസ്റ്റ് ഡിക്ലറേഷൻ ഉണ്ട്, ഫില്ല് ചെയ്ത് കൊടുക്കുക, സിഗ്നേച്ചർ ചെയ്യുക.
SSC certificate or 10th board exam will be considered as the proof of age, which should be scanned and submitted along with the application form. ആപ്ലിക്കേഷൻ ഓഫ് SSC ബുക്കിന്റെ ഫ്രണ്ട് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഏജ് പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് കേര ഫീൽഡ് ഓഫീസേഴ്സ് ഓൺ കോൺട്രാക്ട് ബേസ്. അഗ്രോണമി ടോപ്പിക്കിന്റെ കൊടുത്തിട്ടുണ്ട്. സിലബസും ആപ്ലിക്കേഷൻ ഫോമും വെബ്സൈറ്റിൽ ലഭ്യമാണ്. എക്സാമിന്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. Note, the written examination will consist of 90 questions with 60 questions from general agriculture and 30 questions from the focus crops rubber, cardamom, coffee as per the above prescribed syllabus.
Apart from the topics detailed above, questions from other topics prescribed for the education qualification of the post may also appear in the question paper. There is no undertaking that all the topic above may be covered in the question paper. തൊണ്ണൂറ് ക്വസ്റ്റ്യൻസിൽ 60 ജനറൽ അഗ്രികൾച്ചറും 30 ക്വസ്റ്റ്യൻ ക്രോപ്സിനെ കുറിച്ചായിരിക്കും. അതായത് റബ്ബർ, കാർഡമം, കോഫി. Thanks for watching my channel. Thanks for watching my videos. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.